അസ്സലാമു അലൈക്കും. മിലാസ് ഗാലറിൻ്റെ പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്കാണ് ഇന്ന് പോകുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് മലപ്പുറം ജില്ലയിൽ തിരൂരുള്ള നിസാമുക്കിൻ്റെയും സുബൈദത്താൻ്റെയും വീടിൻ്റെ വിശേഷങ്ങളാണ്. 10 സെൻറ്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ കണ്ടംപററി സ്റ്റൈലിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. വീടിൻ്റെ ഒരു എക്സ്റ്റീരിയർ കളർ തീം വരുന്നത് ഓഫ് വൈറ്റും ഗ്രേയും കളറിലാണ് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് കിണർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഷോവാൾ കൊടുത്തിട്ടുണ്ട്. അതിൽ സിമെന്റ് ടെക്സ്ചറൽ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. വീടിന്റെ ഫ്രണ്ടിൽ വരുന്ന വിൻഡോസ് എല്ലാം സിംഗിൾ വിൻഡോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് വരികയാണെങ്കിൽ ഓപ്പൺ കൺസെപ്റ്റിലാണ് സിറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്ത് GI പൈപ്പിൽ ഒരു പാർട്ടീഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ചെടി വെക്കാനൊക്കെ ഉള്ള ഒരു സ്പേസും കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വരുന്ന പില്ലറിലും സിമെന്റ് ടെക്സ്ചറൽ പെയിന്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തുള്ള വാളിൽ ഗ്രേ പെയിന്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു വാളിന് വലിയൊരു ഹോളും കൂടെ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ 3 വുഡിന്റെ ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോറിലേക്ക് വരികയാണെങ്കിൽ മെയിൻ ഡോറിന്റെ ഫ്രെയിം ചെയ്തിട്ടുള്ളത് പ്ലാവിലും അതിന്റെ ഡോറുകൾ വരുന്നത് മഹാഗണി വുഡിലുമാണ് കേട്ടോ. ഡോറിന്റെ മുകളിലായിട്ട് അറബിക് കാലിഗ്രാഫിയും കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഹാൻഡിലാണ് ഡോറിന് കൊടുത്തിട്ടുള്ളത്. ഡോർ തുറന്ന് അകത്തേക്ക് കിടക്കുന്നതിന് വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ നേരെ കാണുന്നത്. നല്ല മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പാർട്ടീഷൻ വർക്കാണ്. ലിവിംഗ് ഏരിയനെയും ഡൈനിങ് ഏരിയനെയും സെപ്പറേഷൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാർട്ടീഷൻ വർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എൽ ഷേപ്പിൽ ഗ്രേ ഷെയ്ഡ് വരുന്ന സീറ്ററാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 11x13 ആണ് ലിവിംഗ് ഏരിയന്റെ സൈസ് വരുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്നും നമ്മൾ ഡൈനിങ് ഏരിയയിലേക്കാണ് പോകുന്നത്. ഇന്റീരിയർ ഉൾപ്പെടെ 40 ലക്ഷത്തിനാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫ്ലോറിൽ കട്നി മാർബിൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 6 ചെയറോട് കൂടിയിട്ടുള്ള ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും കൂടെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ വിൻഡോസിൽ റോമൻ പ്ലെയിൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയന്റെ ഈ ഒരു കോർണറിലായിട്ട് തന്നെയാണ് വാഷ് ബേസിന്റെ ഏരിയ വരുന്നത്. മൾട്ടിവുഡിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓവൽ ഷേപ്പിലുള്ള ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് സ്ക്വയറിലുള്ള വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ടോപ്പിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ടേബിളിന്റെ ടോപ്പിലായിട്ട് കട്നി മാർബിൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വോളിലായിട്ട് ഓപ്പൺ ഷെൽഫും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് മൾട്ടിവുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്റ്റെയർ കേസിന് വരുന്നത്. സ്റ്റെയർ കേസിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടുത്തെ ബെഡ്റൂംസിന്റെ ഡോറുകളൊക്കെ റെഡിമെയ്ഡ് ഡോറാണ് കേട്ടോ. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് 11x12 ആണ്. റെഡിമെയ്ഡ് ബെഡ് കോട്ടും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ് കോട്ടിന്റെ 2 സൈഡിലായിട്ട് സൈഡ് ടേബിൾ വരുന്നുണ്ട്. ഈ ഒരു വോളിലായിട്ട് 2 സൈഡിൽ സിംഗിൾ വിൻഡോസ് ആണ് വരുന്നത്. ഈ ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗ്രേ കളറിൽ വരുന്ന വാൾപേപ്പർ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സീബ്ര ബ്ലൈൻസ് ആണ് ഇവിടെ വിൻഡോസിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ വാൾഡ്രോബിലേക്ക് വരികയാണെങ്കിൽ സീലിങ്ങിനോട് ചേർന്ന് അത്രയും ഹൈറ്റിലാണ് കേട്ടോ ഇവിടുത്തെ വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്ലൈവുഡിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഹാൻഡിൽ ബ്ലാക്ക് കളറിലുള്ള ഹാൻഡിലാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ലെങ്തി ആയിട്ടുള്ള ഒരു മിററും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാൾഡ്രോബിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ബാത്റൂം വരുന്നത്. 4x2 വരുന്ന ഗ്രേ കളറിൽ വരുന്ന ഗ്ലോസി ടൈപ്പ് ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോർണറിലായിട്ട് വാഷ് ബേസിനും അവിടെ ക്ലോസറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർകേസിന്റെ താഴ്ഭാഗത്തായിട്ട് സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് ബെഡ്റൂമിനോടും കിച്ചണിന്റെയും സെൻട്രലായിട്ട് നല്ല ഭംഗിയിലൊരു ഷോ വാൾ സെറ്റ് ചെയ്തിട്ടുണ്ട്.
അത് ഒരു മിറർ ടൈപ്പിലുള്ള ടൈല് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത്. നല്ല സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സെൻട്രലായിട്ട് നിഷ് കൊടുത്തിട്ടുണ്ട്, അതിലും സ്പോട്ട് ലൈറ്റ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം. രണ്ട് ബെഡ്റൂമും 11x12 തന്നെയാണ് സൈസ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂംസ് ആണ് എല്ലാ ബെഡ്റൂംസും. ഈ ഒരു വാളിൽ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വരുന്ന വാൾപേപ്പർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡിൽ തന്നെയാണ് ഇവിടുത്തെ വാൾഡ്രോബും സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ റൂമിലെയും ബാത്റൂം സെയിം അളവിൽ തന്നെയാണ്, സെയിം ടൈലൊക്കെ യൂസ് ചെയ്ത് ഒരേപോലെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഈ റൂമിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത്. റെഡിമെയ്ഡ് ഡോറിൽ ഗ്ലാസ്സിലാണ് ഈ ഒരു കിച്ചന്റെ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 11x16 ഈ കിച്ചന്റെ സൈസ് വരുന്നത്. ഒറ്റ കിച്ചൺ ആണ്, എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒറ്റ കിച്ചൺ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്റ്റോർ റൂം ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ സ്പേസും സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു വൈറ്റും ഗ്രീനും കളറിലാണ് ഈ ഒരു കിച്ചന്റെ കളർ തീം വരുന്നത്. വാളില് അപ്പോക്സി ചെയ്തിട്ടുള്ള വൈറ്റ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിന്റെ ടോപ്പിലായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കിച്ചൺ കബോർഡ്സ് എല്ലാം അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്ന ഒരു സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വെന്റിലേഷന് വേണ്ടിയിട്ട് വലിയൊരു വിൻഡോയും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് 3 ബർണറിന്റെ ഗ്യാസ് സ്റ്റൗ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഗ്രോസറി ഷെൽഫും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കൂളിംഗ് വരുന്ന ഗ്ലാസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോർണറിലായിട്ടാണ് ചിമ്മിണിയോട് കൂടിയിട്ടുള്ള വിറകടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഒരു ടോപ്പിലായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വോളിലായിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു ക്രോക്കറി ഷെൽഫും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് പുറത്തേക്കുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത്. വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള ഗ്രില്ലുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ. ഡോറ് തുറന്നാൽ നമുക്ക് സെക്കൻഡ് ഡോറ് കാണാം. GI പൈപ്പിൽ ഒരു ഗ്രില്ല് പോലെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ സേഫ്റ്റി കണക്കിലെടുത്താണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്ന ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്.
നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇനി നമുക്ക് ഈ വീടിൻ്റെ അപ്സ്റ്റെയറിലൊന്ന് പോയി നോക്കാം. സ്റ്റെയർകേസിൻ്റെ ഹാൻഡ് റെയിൽ തേക്കും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പിലൊക്കെ കട്നി മാർബിൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കയറി വരുന്ന ഈ ഒരു വാളിലും ഗ്രേ കളറിലുള്ള വാൾപേപ്പറാണ് കൊടുത്തിട്ടുള്ളത്. 3 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട് ഇവിടെ. ഇവിടെ ഫ്ലോറിൽ ടൈലാണ്, ഗ്ലോസി ടൈപ്പുള്ള ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓപ്പൺ ടെറസ് വരുന്നത്, അവിടെയും ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു പാസേജ് രൂപത്തിലാണ് ഇവിടുത്തെ ഹാള് വരുന്നത്. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം. ബെഡ് കോട്ടിന്റെ ഈ ഒരു വാളിലും ഗ്രേ ഷെയ്ഡിൽ വരുന്ന വാൾപേപ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സിംഗ് ഏരിയയും ബാത്റൂമും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈറ്റും ലൈറ്റ് ഗ്രീൻ കളറിൽ വരുന്ന ടൈലാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. താഴെയുള്ള ബെഡ്റൂമിൻ്റെ അതേ സൈസ് തന്നെയാണ് കേട്ടോ ഇവിടെയും വരുന്നത്. ഇവിടുത്തെ ഈ ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വരുന്ന വാൾപേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ ഡ്രസ്സിംഗ് ഏരിയയും ബാത്റൂമുമാണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഗ്രേ കളറിൽ വരുന്ന ഗ്ലോസി ടൈപ്പ് ടൈലാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഈ ഒരു സ്പേസിലാണ് തയ്യൽ മെഷീനൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു സിമ്പിൾ രീതിയിലുള്ള വീടാണ് അല്ലേ നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ നിങ്ങളെ വീഡിയോ എല്ലാവർക്കും പരമാവധി ഷെയർ ചെയ്യുക. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്ന ബാൽക്കണി. ഇവിടുത്തെ ഹാൻഡ് റെയിൽ തേക്കും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ലൈൻസ് ആയിട്ടുള്ളൊരു പാർട്ടീഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് താഴെയുള്ള ടെറസിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഹാൻഡ് റെയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഡോറായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനൊരു ലോക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അതങ്ങനെ യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.